അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ നഗരമാണ് കോലാലംപൂർ. മലേഷ്യയുടെ വാണിജ്യ തലസ്ഥാനമാണ് കോലാലംപൂർ. ടീം ആഹോ ഹോളിഡേയ്സ് എത്തിയിരിക്കുന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കൊണ്ട് സ്വർഗീയ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്ന കോലാലംപൂരിലാണ്. ഇപ്പോൾ നാം നിൽക്കുന്നത് പ്രസിദ്ധമായ KL ടവർ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മൈതാനത്താണ്. വാരിസൺ മെർഡേക്ക ടവർ, പെട്രോണാസ് ടിൻ ടവർ, IB ടവർ എന്നറിയപ്പെടുന്ന ഇൽഹാം ടവർ തുടങ്ങിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. KL ടവറിന് മുകളിലേക്ക് കയറുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. സന്ധ്യാസമയത്തോട് അടുത്ത് കയറുകയാണെങ്കിൽ രാത്രിയിലെ കാഴ്ചകളും നമുക്ക് കാണുവാൻ കഴിയും. അതിനു മുമ്പ് അല്പം വിശ്രമത്തിലാണ് ഞങ്ങൾ. പുലികളിക്ക് പേരുകേട്ട തൃശ്ശൂരിലെ പുലിക്കളി കലാകാരന്മാരിൽ ചിലരും ഞങ്ങളോടൊപ്പമുണ്ട്. ടൂറിസത്തെ അങ്ങേയറ്റം പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. ടൂറിസ്റ്റുകൾക്ക് KL ടവർ കാണുന്നതിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. KL ടവറിന് മുന്നിലേക്ക് വളരെ നീളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ മൈതാനം തന്നെ അതിന് സാക്ഷ്യമാണ്. സുന്ദരി 421 മീറ്റർ ഉയരത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന KL ടവറിൻ്റെ ഒരു ഫോട്ടോ സ്പോട്ടാണ് ഇത്. ഇപ്പോൾ നാം കാണുന്നത് ഒരു താര രാജാവാണ്. ഇതാണ് വാരിസൺ മെർഡേക്ക ടവർ. 678.9 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. അതായത് 2227 അടി ഉയരം. പ്രസിദ്ധമായ KL ടവറിൻ്റെ നിരീക്ഷണ ഡെക്കിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. 276 മീറ്റർ ഉയരമാണ് ഈ നിരീക്ഷണ ഡെക്കിന് ഉള്ളത്. 925 അടി ഉയരത്തിൽ ആണ് നാം ഇപ്പോൾ കാഴ്ചകൾ ആസ്വദിക്കുന്നത്. അതിസുന്ദരിയായ കോലാലംപൂരിൻ്റെ സൗന്ദര്യ കാഴ്ചകൾ മുഴുവൻ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാം. മലേഷ്യയിലെ പ്രസിദ്ധമായ KL ടവറിന് മുകളിലാണ് നാം എത്തിയിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ദൃശ്യ വിരുന്നാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. വെരി നൈസ്, അടിപൊളിയാണ്, ഫാന്റാസ്റ്റിക്. പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന കോലാലംപൂരിലെ ഏറ്റവും ഉയർന്ന വ്യൂ പോയിന്റാണ് ഇത്. (421 മീറ്റർ ഉയരമാണ് KL ടവറിന് ഉള്ളത്. 1381 അടി ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന മനോഹര സൗധം. സൂര്യാസ്തമയത്തിൻ്റെ അതിമനോഹരമായ വിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികൾ ഇപ്പോൾ ആസ്വദിക്കുന്നത്. KL ടവറിന്റെ മുകളിൽ 360 ഡിഗ്രി വീക്ഷണമാണ് ഉള്ളത്. മലേഷ്യ ഇത്ര മനോഹരമായ ഒരു പട്ടണമാണെന്ന് ഇതിന് മുകളിൽ എത്തുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഈ വിദൂര ദൃശ്യം കാണുന്നതിന് ചുറ്റും ബൈനോക്കുലറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ ബൈനോക്കുലറിൽ നോക്കുന്നത് നമുക്ക് കാണാം. അതിപ്രസിദ്ധമായ KL ട്വിൻ ടവറാണ് ഇപ്പോൾ നാം ദൂരെ കാണുന്നത്.
KL ട്വിൻ ടവറിൻ്റെ അടുത്ത് നാം പോകുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നമുക്കത് കാണാം. KL ടവറിൻ്റെ അപ്പർ ഡെക്കിലുള്ള നിരീക്ഷണ ഗ്യാലറിയിൽ കൂടി ചുറ്റി നടന്നുകൊണ്ടാണ് കോലാലംപൂരിൻ്റെ സൗന്ദര്യത്തെ നാം ആസ്വദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചുറ്റി നടക്കാതെ തന്നെ ഇരുന്ന ഇരിപ്പിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഈ കോലാലംപൂരിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുന്നുള്ള ഒരു സംവിധാനവും ഇതിനു മുകളിലുണ്ട്. അതൊരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റാണ്. അതിലിരുന്നാൽ തനിയെ ചുറ്റിത്തിരിയുന്ന ആ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ട് ഇതേ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. കോലാലംപൂരിലെ ബുക്കിറ്റ് നാനാസ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ KL ടവറിന് 6 നിലകൾ മാത്രമാണ് ഉള്ളത്. ദൂരെ പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സന്ധ്യയാകുമ്പോൾ ടവറുകളിൽ ലൈറ്റുകൾ മിന്നിത്തെളിയുന്നത് ഞങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ദൂരെ ശ്രദ്ധിക്കുക. സുന്ദരിയായ ഒരു ടവർ ദീപാലങ്കാരങ്ങൾ കൊണ്ട് അതിൻ്റെ മേക്കപ്പ് പൂർത്തിയാക്കി. നാം ആദ്യം സൂചിപ്പിച്ച വാരിസൺ മെർഡേക്ക ടവർ ആണ് ഇത്. 678.9 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. 2227 അടി ഉയരം. 118 നിലകളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് KL 118 എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കെട്ടിടമാണ്. ബുർജ് ഖലീഫ നിർമ്മിക്കുന്നതുവരെ ഇതായിരുന്നു ഏറ്റവും ഉയരമുള്ള കെട്ടിടം. ബുർജ് ഖലീഫയുടെ ഉയരം 828 മീറ്ററാണ്. 2021 ആണ് ഇത് പിന്തള്ളപ്പെട്ടത്. 1.5 ദശലക്ഷം $ആണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഈ സന്ധ്യാസമയത്ത് ശ്രദ്ധിക്കുക. ഓരോ ടവറുകളും സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ നമുക്ക് തോന്നും. എല്ലാം വ്യത്യസ്തമായ എന്നാൽ അതീവ സുന്ദരമായ രൂപഭംഗിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൂരെ കാണുന്ന ആ ടവർ കത്തുന്ന ഒരു മെഴുകുതിരിയെ അനുസ്മരിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്.
ടവറിൻ്റെ ഏറ്റവും മുകളിൽ ദീപം തെളിയുന്നത് പോലെ തോന്നുന്ന ഭാഗത്ത് പല നിറങ്ങളും മാറി മാറി വരുന്നത് കൗതുകത്തോടെയാണ് ഞാൻ നോക്കി നിന്നത്. ഇപ്പോൾ നിരീക്ഷണ ഗാലറിയിൽ നിന്ന് പുറത്തേക്ക് കാണുമ്പോഴുള്ള ആ സൗന്ദര്യം മുഴുവൻ വീഡിയോയിൽ ഒപ്പിയെടുക്കുവാൻ കഴിയുന്നില്ല. ഒരു ഗ്ലാസ്സിൽ കൂടിയാണ് നാം കാഴ്ചകൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഗ്ലെയർ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നേരിട്ടുള്ള വീക്ഷണം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സന്ദർശകർക്ക് ഇരുന്നു കൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കുന്നതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. താഴെ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഒരു ടവറായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ഇതിൻ്റെ നിരീക്ഷണ ഗാലറി വളരെ വലുതാണ്. ഞങ്ങൾ KL ടവറിൽ നിന്ന് താഴെ ഇറങ്ങി പെട്രോണാസ് ടിൻ ടവറിൻ്റെ സമീപമെത്തി. ഇതാണ് പ്രസിദ്ധമായ പെട്രോണാസ് ടിൻ ടവർ. പകൽ സമയം ഇത് കണ്ടത് ആണ് ഞങ്ങൾ. വീണ്ടും ദീപാലംകൃതമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പെട്രോണാസ് ടിൻ ടവറിന് സമീപം നടക്കുന്ന അതിമനോഹരമായ ഒരു ലേസർ ഷോ ആണ് ഇത്. നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം ഇരുന്നുകൊണ്ട് ഇത് ആസ്വദിക്കുന്നതിനുള്ള ഗാലറികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാർച്ച് 1 പെട്രോണാസ് ടിൻ ടവറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 1.6 ദശലക്ഷം $ആണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 451.9 മീറ്റർ ഉയരമുണ്ട് ഇതിന്. അതായത് 1483 അടി ഉയരം. മുതൽ 2004 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന പദവി പെട്രോണാസ് ടിൻ ടവർ വഹിച്ചിരുന്നു. KLCC ടിൻ ടവർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്.